നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഏത് സമയവും ആക്രമണമുണ്ടായേക്കാവുന്ന മേഖല. ഇന്ത്യ സർവശക്തിയും പ്രയോഗിച്ച് നെഞ്ചുവിരിച്ച് മുന്നോട്ടു പോകുന്നു. ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ ഇന്ത്യ എന്ന രാജ്യത്തിന്റെ പവർ ഒരൊറ്റ കപ്പൽ കൊണ്ട് കാണിച്ചു കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഇത് ഇന്ത്യക്കാരനായ ഏതൊരു പൗരനും കുളിര് കോരുന്ന ഒരു സാഹചര്യം. ആ വരവ് അതൊന്ന് കാണേണ്ടതായിരുന്നു. ചരക്ക് LPG ആയതിനാൽ തന്നെ അപകട സാധ്യത ഏറെയായിട്ടും നേരിയ സൈനിക പ്രകോപനം പോലും ഉണ്ടായാൽ വലിയ ദുരന്തമുണ്ടാകുമെന്നറിഞ്ഞിട്ടും അതിനെയൊക്കെ വകവയ്ക്കാതെ അല്ലെങ്കിൽ അതിനെയൊക്കെ പ്രതിരോധിച്ചുകൊണ്ട് ഈ സാഹചര്യങ്ങൾ മറികടന്നുകൊണ്ട് കൂളായി ഹോർമൂസ് കടലിടുക്ക് കടന്നിരിക്കുന്നു ഇന്ത്യൻ കപ്പൽ. ഇന്ത്യക്ക് ഏറ്റവും വലിയ തലയെടുപ്പ് നൽകുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇറാൻ അമേരിക്ക യുദ്ധത്തെ തുടർന്ന് ലോകത്തെ ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള കപ്പൽ പാതകളിലൊന്നായ ഹോർമൂസ് കടലിടുക്കിൽ ചരക്ക് നീക്കം പ്രതിസന്ധിയിലായിരിക്കുന്ന സാഹചര്യത്തിലും നിർണായകമായ യാത്ര ഇന്ത്യൻ കപ്പൽ പൂർത്തിയാക്കിയിരിക്കുകയാണ്. 45,000 ടൺ LPG വഹിച്ചുകൊണ്ടുള്ള സർവീസാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. സർവശക്തി എന്ന സൂപ്പർ ഇന്ത്യൻ ടാങ്കറാണ് ഇപ്പോൾ ശനിയാഴ്ച വിജയകരമായി ഹോർമൂസ് കടലിടുക്ക് പിന്നിട്ടിരിക്കുന്നത്. യുദ്ധം ആരംഭിച്ച ശേഷം മേഖലയിൽ കപ്പലുകൾക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾക്കിടയിൽ ഇന്ത്യൻ ജീവനക്കാരുടെ ഉൾപ്പെടുന്ന കപ്പൽ സുരക്ഷിതമായി പുറത്തെത്തിയതിന്റെ ഒരു തീരുമാനം അത് നയതന്ത്രപരമായും സാമ്പത്തികപരമായും ഇന്ത്യക്ക് വലിയ നേട്ടങ്ങൾ കൊണ്ടുവരും. പശ്ചിമേഷ്യയിൽ യുദ്ധം രൂക്ഷമായതോടെ പേർഷ്യൻ ഉൾക്കടലിൽ നിന്നുള്ള ഇന്ധന നീക്കം ഏതാണ്ട് പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് അതീവ ജാഗ്രതയോടെ സർവശക്തി ഹോർമൂസ് കടലിടുക്ക് പിന്നിട്ടിരിക്കുന്നത്. കപ്പലിന്റെ സുരക്ഷിതമായ യാത്ര രാജ്യത്തെ ഊർജ്ജ സുരക്ഷയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുപ്രധാനപ്പെട്ട ഒന്നാണ്. ആഭ്യന്തര വിപണിയിൽ പാചകവാതക ക്ഷാമം ഒഴിവാക്കാൻ ഇത്തരം ചരക്കു നീക്കങ്ങൾ തടസ്സമില്ലാതെ നടക്കേണ്ടത് അനിവാര്യം. മെറൈൻ ട്രാഫിക് വെബ്സൈറ്റുകളിൽ നിന്നുള്ള വിവരങ്ങൾ പ്രകാരം മാർച്ച് 3-ന് UAE-യിൽ നിന്ന് പുറപ്പെട്ട കപ്പൽ പശ്ചിമേഷ്യൻ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതു മുതൽ പേർഷ്യൻ ഉൾക്കടലിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. ആഴ്ചകളോളം നീണ്ട അനിശ്ചിതത്വത്തിനൊടുവിലാണ് കപ്പലിന് പാത മുറിച്ചു കടക്കാൻ അനുമതി ലഭിച്ചത്. ഇറാനും ഒമാന്റെ മുസന്തം ഉപദ്വീപിനും ഇടയിലുള്ള ഇടുങ്ങിയ ഭാഗത്തിലൂടെയുള്ള യാത്ര അതീവ അപകട സാധ്യത നിറഞ്ഞതാണ്. ലോകത്തെ എണ്ണവാതക വിതരണത്തിന്റെ 1/5 ഭാഗവും കടന്നു പോകുന്നത് ഈ ഹോർമൂസ് കടലിടുക്ക് വഴി. ഇറാൻ ഈ പാതയിൽ കനത്ത നിരീക്ഷണവും നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയതോടെയാണ് ആഗോള ഇന്ധന വിപണി വലിയ പ്രതിസന്ധിയിലേക്ക് എത്തിയത്. അമേരിക്കൻ നാവികസേനയുടെ സാന്നിധ്യവും ഇറാന്റെ പ്രത്യാക്രമണ ഭീഷണിയും നിലനിൽക്കുന്നതിനിടയിലാണ് ഇന്ത്യൻ കപ്പൽ ഇത്തരത്തിൽ നയതന്ത്രപരമായിട്ടുള്ള നീക്കങ്ങളിലൂടെ യാത്ര തുടരുന്നത്. പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനാണ് കപ്പലിനെ ചരക്ക് വാങ്ങുന്നതെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. രാജ്യത്തെ വാതക വിതരണ ശൃംഖലയിൽ നിർണായക പങ്കുവഹിക്കുന്ന സ്ഥാപനം എന്ന നിലയിൽ ഇന്ത്യൻ ഓയിൽ ഈ ചരക്ക് സുരക്ഷിതമായി എത്തിക്കാൻ വിവിധ മന്ത്രാലയങ്ങളുമായി ചേർന്ന് പ്രവർത്തിച്ചിരുന്നുണ്ട്. എന്നാൽ സുരക്ഷാ കാരണങ്ങളാൽ ചരക്കിന്റെ ഉടമസ്ഥാവകാശത്തെക്കുറിച്ച് കമ്പനി ഇതുവരെ ഔദ്യോഗിക പ്രതികരണം നൽകിയിട്ടില്ല. യുദ്ധം കാരണം അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെയും പ്രകൃതിവാതകത്തിന്റെയും വില കുതിച്ചുയരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള ചരക്ക് നീക്കം പൂർണ്ണമായും തടസ്സപ്പെട്ടാൽ ഇന്ത്യയുൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഇന്ധനവില നിയന്ത്രണാതീതമാകാനുള്ള സാഹചര്യവുമുണ്ട്. ഈ പശ്ചാത്തലത്തിൽ സർവശക്തിയുടെ യാത്ര പുനരാരംഭിച്ച് ഇന്ത്യൻ വിപണിക്ക് വലിയ ആശ്വാസം നൽകുന്നു നമ്മുടെ രാജ്യം. ഇറാൻ അമേരിക്ക സംഘർഷം തുടങ്ങിയിട്ടുള്ള ശേഷം പേർഷ്യൻ ഉൾക്കടലിൽ നിരവധി വിദേശ കപ്പലുകൾ ഇത്തരത്തിൽ ഇറാൻ പിടിച്ചെടുത്തിട്ടുണ്ട് എന്നുള്ള സൂചനകളും പുറത്തുവരുന്നു. ഇതിനാൽ തന്നെ ഓരോ കപ്പലിന്റെയും യാത്ര അതീവ രഹസ്യമായും സുരക്ഷ ഉറപ്പാക്കിയിട്ടുള്ളതുമാണ്. ഇന്ത്യൻ കപ്പലുകൾക്ക് മേഖലയിൽ പ്രത്യേക പരിഗണന ലഭിക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണമൊന്നുമില്ല എങ്കിലും ഇന്ത്യയുടെ നിഷ്പക്ഷ നിലപാട് ചരക്കു നീക്കത്തിന് സഹായമാകുന്നുണ്ട് എന്നാണ് സൂചന. കപ്പലിലെ ചരക്ക് LPG ആയതിനാൽ അത് അപകട സാധ്യത ഇരട്ടിയാണ്. നേരിയ ഒരു സൈനിക പ്രകോപനം പോലും ഉണ്ടായാൽ പോലും വലിയ ദുരന്തമായിരിക്കും അത് മാറുന്നത്.
അതുകൊണ്ട് തന്നെ തന്ത്രപ്രധാനമായിട്ടുള്ള പാത പിന്നിടുന്നപ്പോൾ കപ്പലിൻ്റെ ജീവനക്കാർക്ക് അതീവ ജാഗ്രത വേണ്ടതുണ്ട്. ശനിയാഴ്ച വൈകുന്നേരത്തോടെ കപ്പൽ സുരക്ഷിതമായ മേഖലകളിലേക്ക് പ്രവേശിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയവും ഷിപ്പിംഗ് മന്ത്രാലയവും മേഖലയിലെ സാഹചര്യങ്ങൾ നിരീക്ഷിച്ച് വരികയാണ്. കപ്പലുകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ നാവികസേനയുടെ സഹായം ആവശ്യമായ ഇടങ്ങളിൽ നൽകി വരുന്നുണ്ട്. സർവ് ശക്തിയുടെ യാത്ര വിജയകരമായതോടെ പേർഷ്യൻ ഉൾക്കടലിൽ കുടുങ്ങിക്കിടന്ന മറ്റ് ഇന്ത്യൻ കപ്പലുകൾക്കും പുറത്തു കടക്കാനാകുമെന്നുള്ള പ്രതീക്ഷയും വർദ്ധിച്ചിരിക്കുന്നു. യുദ്ധം ദീർഘകാലം നീണ്ടു നിൽക്കുകയാണ് എങ്കിൽ ഇന്ത്യ ഇന്ധന ഇറക്കുമതിക്കായി മറ്റ് സ്രോതസ്സുകളെ കണ്ടെത്തേണ്ടി വരും എന്നുള്ള സാഹചര്യത്തിലാണ് ഇത്തരമൊരു നീക്കം. എന്തായാലും ഇങ്ങനെയൊരു സാഹചര്യത്തിൽ നിലവിൽ സൗദി അറേബ്യ, UAE തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതി തുടരാൻ ഹോർമൂസ് കടലിടുക്കിലെ തടസ്സങ്ങൾ നീക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് എന്നുള്ള നിരീക്ഷണവും വരുന്നുണ്ട്. ഇന്ത്യൻ നയതന്ത്രജ്ഞൻ ടെഹ്റാനുമായും വാഷിംഗ്ടണുമായും നിരന്തരം ചർച്ചകൾ നടത്തി വരികയാണ്. പേർഷ്യൻ ഉൾക്കടലിലെ ചരക്കു നീക്കം തടസ്സപ്പെട്ടത് ഇന്ത്യൻ വ്യവസായ മേഖലയെയും ബാധിച്ചു എന്നുള്ളതും വസ്തുത. പാചകവാതകത്തിന് പുറമെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെയും ലഭ്യതയും ഇതു മുഖാന്തരം കുറഞ്ഞിരിക്കുന്നുണ്ട്. ഇതിനിടയിലാണ് 45,000 ടൺ LPGയുമായി ഒരു സൂപ്പർ ടാങ്ക് എത്തിയിരിക്കുന്നത്. ഇത് വിപണിയിലെ ആശങ്കകൾക്ക് ഒരളവ് വരെയെങ്കിലും പരിഹാരമായേക്കാമെന്നാണ് നിലവിലെ സൂചനകൾ. മേഖലകളിലെ സൈനിക നീക്കങ്ങൾ ഇപ്പോഴും പ്രവചനാതീതം തന്നെ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരെ കൂടുതൽ കർശനമായിട്ടുള്ള ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയേക്കുമെന്നുള്ള സൂചനകളാണ് നിലവിൽ പുറത്തുവരുന്നത്. അത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും അടയ്ക്കുമെന്ന് ഇറാൻ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇത് ഇന്ത്യയെ പോലുള്ള ഇറക്കുമതിയെ ആശ്രയിക്കുന്ന രാജ്യങ്ങളെ പ്രതികൂലമായി ബാധിക്കും എന്നുള്ള സാഹചര്യം. ഈ സാഹചര്യത്തിലാണ് സർവ് ശക്തി എന്ന കപ്പൽ മാർച്ച് ആദ്യവാരം യാത്ര തുടങ്ങിയെങ്കിലും ഇപ്പോൾ യുദ്ധ കാരണം പാതി വഴിയിൽ നിന്ന് തടസ്സപ്പെട്ടു നിന്നിരുന്ന കപ്പൽ അവിടെ ഹോർമൂസ് കടലിടുക്ക് കടക്കുന്നത്. കപ്പലിലെ ജീവനക്കാരുടെ സുരക്ഷ മുൻനിർത്തിയാണ് കുറച്ചു സമയമെങ്കിലും യാത്ര വൈകിപ്പിച്ചത്. ശനിയാഴ്ച കടലിടുക്ക് പിന്നിട്ട കപ്പൽ ഇനി അറബിക്കടലിലൂടെ ഇന്ത്യൻ തീരത്തണയും. അടുത്ത ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കപ്പൽ ഇന്ത്യൻ തുറമുഖത്തെത്തും. ഇന്ത്യൻ ഊർജ്ജ മേഖലയിലെ പ്രമുഖർ ഈ നീക്കത്തെ അതീവ പ്രാധാന്യത്തോടെയാണ് കാണുന്നത്. യുദ്ധകാലത്തും ഊർജ്ജ വിതരണ ശൃംഖല തകരാതെ നിലനിർത്താൻ ഇന്ത്യക്ക് കഴിയുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവായിട്ട് ഈ ഒരു നടപടി കാണുന്നുണ്ട്. സമുദ്രമാർഗമുള്ള ചരക്കു നീക്കം സുരക്ഷിതമാക്കാൻ അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യ കൂടുതൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം കൂടെയാണ് ഇപ്പോൾ. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ചരക്കു നീക്കം വരും ദിവസങ്ങളിൽ സാധാരണ നിലയിലാകണം എന്നുള്ള പ്രതീക്ഷയിലാണ്, അല്ലെങ്കിൽ ഒരു ആഗ്രഹത്തിലാണ് ഇന്ത്യയും. എന്നാൽ ഇറാൻ അമേരിക്കൻ തർക്കം പരിഹരിക്കപ്പെടാത്തിടത്തോളം കാലം ഈ പാതയിലെ അനിശ്ചിതത്വം നിലനിൽക്കും എന്നുള്ളതൊരു വസ്തുതയാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ ഇന്ത്യൻ ടാങ്കറുകൾ ഹോർമൂസ് കടലിടുക്ക് പിന്നിടാൻ തയ്യാറെടുക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളും സൂചനകളും ഇപ്പോൾ വരുന്നുണ്ട്. സംയമനം പാലിക്കാൻ ഇരു രാജ്യങ്ങളോടും ഇന്ത്യ നിരന്തരം ആവശ്യപ്പെടുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യക്ക് വേണ്ടി ഒരു കപ്പൽ ഇപ്പോൾ ഹോർമൂസ് കടലിടുക്ക് കടന്നു എന്നുള്ള സന്തോഷകരമായ തരത്തിൽ വാർത്ത പുറത്തുവരുന്നത്.